ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ധൂർത്ത പുത്രന്മാരെ പോലെ തന്നെ മൂത്ത പുത്രന്മാരും ഭവനത്തിൻ്റെ അകത്തേക്ക് കയറട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ള ഉപമകളിൽ ഏറ്റവും മനോഹരമായ ഉപമയായ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ കാണുന്നു. ധൂർത്തപുത്രനെക്കുറിച്ച് 10,000-കണക്കിന് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ധൂർത്തപുത്രനെക്കുറിച്ചല്ല, പകരം ഈശോ പറഞ്ഞ ഈ ഉപമയിലെ മൂത്ത പുത്രനെക്കുറിച്ചാണ്. ഒരു അപ്പനും 2 മക്കളും അടങ്ങിയ കുടുംബം. അമ്മ മരിച്ചുപോയി കാണണം. ഇതിലെ ഇളയ പുത്രനാണ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള കഥാപാത്രമായ ധൂർത്തപുത്രൻ. അവൻ അവൻ്റെ സ്വത്തും വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോകുന്നു. അതെല്ലാം ധൂർത്തടിക്കുന്നു. ഒടുവിൽ നാളുകൾക്ക് ശേഷം അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു. ഇത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഈ കഥയിൽ ഒരു യഥാർത്ഥ വില്ലനുണ്ട്. അതാണ് ഈ കഥയിൽ ഈശോ പറഞ്ഞ മൂത്ത പുത്രൻ. പരിശുദ്ധാത്മാവ് ഏതാനും കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ മൂത്ത പുത്രന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ അവസാനം തള്ളപ്പെട്ടു പോവുകയാണ്. നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ദൈവിക രഹസ്യമാണ്. ഈ ഇളയ പുത്രൻ ധൂർത്തനായി വീട് വിട്ട് ദൂരേക്ക് പോകുമ്പോൾ മൂത്ത പുത്രൻ അപ്പനോട് അനുസരണക്കേട് കാണിക്കാതെ ഭവനത്തിൽ തന്നെ ഉണ്ട്. അവൻ ഒരിക്കൽ പോലും അവൻ്റെ ഓഹരി ചോദിക്കുന്നില്ല. അപ്പനെ വേദനിപ്പിക്കുന്ന യാതൊന്നും അവൻ ചെയ്യുന്നില്ല. എങ്കിലും കഥയുടെ അവസാനം അവൻ തള്ളപ്പെട്ടു പോകുകയാണ്. സഭയിലും ഇത് തന്നെ സംഭവിക്കുകയും ചെയ്യും. കാരണം കർത്താവാണിത് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു തെറ്റുകാരനല്ല എന്ന് തോന്നാത്ത വണ്ണം ജീവിക്കുന്ന പലരും ഒടുവിൽ തള്ളപ്പെട്ടു പോകാനും മാനസാന്തരപ്പെട്ടു വരുന്ന അനേക ധൂർത്തപുത്രന്മാർ ദൈവത്താൽ സ്വീകരിക്കപ്പെടാനും ഇടയുണ്ട് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് ഈ ഉപമയിൽ പഠിപ്പിക്കുകയാണ്. ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠനായ മൂത്തപുത്രൻ്റെ ഒന്നാമത്തെ ഗുണം, അവൻ വളരെയധികം കഷ്ടപ്പെട്ട് അവൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനായിരുന്നു. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, വയലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിയർത്തൊലിച്ച് കഠിനാധ്വാനം ചെയ്ത് വളരെയധികം പ്രയാസപ്പെട്ട് തൻ്റെ അപ്പന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മൂത്തപുത്രൻ. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അവൻ മാതൃകയാണ്. ഇതുപോലെ സഭയിൽ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കാം, ഈവൻ വചന പ്രഘോഷകരായിരിക്കാം, കൗൺസിലേഴ്സ് ആയിരിക്കാം, ആരോ ആയിക്കോട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവർ. ഈ മൂത്തപുത്രൻ നമുക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു മാതൃകയാണെങ്കിലും കഥയുടെ അവസാനം ഈശോ പറഞ്ഞു വരുമ്പോൾ അവൻ തള്ളപ്പെട്ടു പോവുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ കാരണം? ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ചങ്കൂറ്റത്തോടെ അപ്പൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അപ്പനോട് ഞാൻ ഒരിക്കൽ പോലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അവൻ്റെ മനസ്സാക്ഷിയിൽ യാതൊരു കുത്തും കൂടാതെ അവന് ധൈര്യത്തോടെ അപ്പൻ്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുന്നുണ്ട്, അപ്പനോട് ഒരിക്കൽ പോലും ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എങ്കിലും അവൻ തള്ളപ്പെട്ടു പോവുകയാണ്. എല്ലാ അനുസരണക്കേടും കാണിച്ച ഇളയപുത്രൻ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഈശോയ്ക്ക് മാത്രമേ ഇങ്ങനത്തെ കഥകൾ പറയാനായിട്ട് സാധിക്കൂ. കാരണം ഇത് ദൈവരാജ്യത്തിലെ വലിയ രഹസ്യങ്ങളാണ്. വലിയ പാപികൾ ദൈവത്താൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഭക്തരെന്ന് തോന്നുന്ന അനേക മനുഷ്യർ ദൈവത്താൽ തള്ളപ്പെട്ടു പോകുന്നു എന്നതാണ് ഈ കഥയിലെ ഒരു വൈരുദ്ധ്യം. എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും ദൈവത്തോട് അല്ലെങ്കിൽ പിതാവിനോട് അനുസരണക്കേട് കാണിക്കാതെ ജീവിച്ച ഈ മകൻ തള്ളപ്പെട്ടു പോയത്? അതിൻ്റെ രഹസ്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട്, മൂത്ത പുത്രൻ എന്നുള്ള പദവി അവൻ ഒരിക്കൽ പോലും അഭിമാനിച്ചിരുന്നില്ല, അതിൽ അവൻ സന്തോഷിച്ചിരുന്നില്ല. ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് ഒരു ഭവനത്തിലെ മൂത്ത മകനെന്ന് പറയുന്നത് അപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും അധികാരം കൈയാളുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത നാളിൽ സൺഡേ ശാലോം പത്രത്തിൽ അഭിമന്യ ചിറ്റിലപ്പള്ളി പിതാവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതായത് പിതാവ് തൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെത് ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അപ്പം മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ഒരു രാജാവിനെ പോലെയാണ്. ഈ മൂത്ത ജ്യേഷ്ഠൻ കടന്നു വരുമ്പോൾ വീട്ടിലുള്ള ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ആരും ആഹാരം കഴിക്കത്ത് പോലും ഇല്ലായിരുന്നു. അത്രമാത്രം ബഹുമാനമാണ്. എതിർത്തൊരക്ഷരം പോലും മൂത്ത ജ്യേഷ്ഠനോട് ഇളയവരാരും പറയത്തില്ലായിരുന്നു. അത്രമാത്രം ഭയത്തോടും വിറയലോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മറ്റെല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശരിക്കും ഈ കൂട്ടുകുടുംബങ്ങളിലെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്ന വ്യക്തി. ആ ഭവനത്തിലെ മുഴുവൻ വ്യക്തികളുടെയും സമ്പത്തും കൈകാര്യം ചെയ്തിരുന്നത് ഈ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. അനുജന്മാർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമൊക്കെ ഉള്ള പൈസ കൊടുക്കേണ്ടത് പോലും ഈ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരുന്ന ക്രിസ്തീയ കുടുംബങ്ങളിലെ പോലും പണ്ട് കാലത്തെ ഒരു സംഭവമാണ് പിതാവ് പങ്കുവച്ചത്. നമ്മൾ ഓർക്കണം, ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഇസ്രായേലിൽ. മൂത്ത മകൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു രാജാവിനെ പോലെയാണ്. എന്നിരുന്നാലും ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇവൻ ഇതൊരിക്കൽ പോലും ഒന്ന് ആസ്വദിക്കാനോ അഭിമാനിക്കാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇവൻ ഒരുപാട് പിറുപിറുക്കുന്നവനായിരുന്നു. ഇവൻ അപ്പനോട് ഒടുവിൽ പറയുന്നുണ്ട്, അപ്പാ, എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒന്ന് അടിച്ചു പൊളിക്കാൻ എനിക്കൊരാട്ടിൻകുട്ടിയെപ്പോലും എൻ്റെ അപ്പൻ തന്നിട്ടില്ലല്ലോ. ഇത് പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യമല്ല, ഇവൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്ന ഒരു പിറുപിറുക്കുന്ന സ്വഭാവമായിരുന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ഒരുപാട് ദിവസങ്ങളിൽ ഇവൻ വീട്ടിലിരുന്ന് നല്ല മട്ടൺ കറി, ആട്ടിറച്ചി കറി ഇവൻ ശരിക്കും കൂട്ടിയിട്ടുണ്ട്, ആഹാരം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ആടുകളെ അപ്പൻ ഇവന് വേണ്ടി കൊന്നിട്ടുണ്ട്. അതെല്ലാം ഇവൻ മറന്നുപോയി. ഇവൻ കഴിച്ച ആഹാരവും അപ്പൻ കൊടുത്ത അനുഗ്രഹവും എല്ലാം ഇവൻ മറന്നുപോയിട്ട് കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കാൻ ഒരു ആട്ടിൻകുട്ടി എനിക്ക് നീ തന്നിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കാര്യത്തെ പിടിച്ചവൻ അപ്പനെതിരെ ഒരു കംപ്ലൈൻറ്റ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ഇതുപോലെയാണ്. ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ മറന്നു കളഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് കിട്ടാത്ത ഒരു ഒറ്റ കാര്യത്തിൻ്റെ പുറകെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരും കംപ്ലൈൻറ്റ് പറയുന്നവരും മുഖം പാടുന്നവരുമാണ് നമ്മൾ. ഒരിക്കലൊരു മനുഷ്യൻ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ നടക്കുന്ന കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയി. പള്ളി നിറച്ച ആൾക്കാരിയ്ക്കുകയാണ്. അപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, മക്കളെ, നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു. ഇയാൾ കൈ കെട്ടിയിട്ട്, എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് എടുത്ത് പറയാം, ഒരുപാട് തകർച്ച മാത്രം, അതുകൊണ്ട് ഞാൻ കൈ പൊക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇയാൾ കൈ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആൾക്കാരെല്ലാം കൈപൊക്കി സ്തുതിക്കുന്നുണ്ട്. ഇയാൾ കൈ പൊക്കുന്നില്ല. കാരണം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും തകർച്ചകളുമായിട്ടാണ് ധ്യാനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാനെന്തിനാ കൈ പൊക്കുന്നത്? അങ്ങനെ നിൽക്കുമ്പം അയാൾ ഒരു കാഴ്ച കണ്ടു. ഒരു കൈ മാത്രമുള്ള ഒരു മനുഷ്യൻ ഏതോ ആക്സിഡൻറ്റിൽ വലത്തെ കൈ ഷോൾഡർ ജോയിൻറ്റിൽ വെച്ച് മുറിച്ചു മാറ്റപ്പെട്ട വലത്തെ കൈ പൂർണ്ണമായിട്ട് ഇല്ല. ഒറ്റ കൈയുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഒറ്റ കൈ പൊക്കി പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ശബ്ദം ഈ പുറകെ നിൽക്കുന്ന മനുഷ്യൻ കേൾക്കുകയാണ്, ദൈവമേ, എനിക്ക് ഒരു കൈ തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ ആക്സിഡൻറ്റിൽ രണ്ട് കൈയും കൂടെ മുറിഞ്ഞു പോകാതിരുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നും പറഞ്ഞ് തൻ്റെ ഒറ്റ കൈ ആ മനുഷ്യൻ പൊക്കി പിടിച്ചുകൊണ്ട് എല്ലാവരെക്കാൾ ഉച്ചത്തിൽ ആ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇത്രയും നേരം കടബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് കൈകൾ കെട്ടിക്കൊണ്ട് അവിടെ നിന്ന മനുഷ്യൻ തൻ്റെ രണ്ട് കരങ്ങളും ഏറ്റവും പൊക്കത്തിൽ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. ദൈവമേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇതാ എൻ്റെ മുമ്പിൽ ഒരു കൈയുള്ളൊരു മനുഷ്യൻ നിന്നെ സ്തുതിക്കുന്നു. എനിക്ക് രണ്ട് കൈയുണ്ട് കർത്താവേ, കുറച്ച് കടബാധ്യത ഉണ്ടെന്നേ ഉള്ളൂ, ഇതാ രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട്, ഞാനങ്ങനെ നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, കംപ്ലൈനിങ്, പിറുപിറുക്കുക എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഒട്ടും വളരാത്തതിൻ്റെ ലക്ഷണമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഇതായിരുന്നു. ചെങ്കടൽ പിളർന്ന് ദൈവം അവർക്ക് വേണ്ടി വഴിയൊരുക്കി 430 വർഷക്കാലം പേരും അഡ്രസ്സുമില്ലാതെ അടിമകളായി കഴുത്തിലും കാലിലും ചങ്ങലയിട്ട് കൊണ്ടു നടന്നിരുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വർഗത്തെ ദൈവം തൻ്റെ ശക്തമായ കരം നീട്ടി അത്ഭുതകരമായിട്ട് മോചിപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്മാർ കംപ്ലൈൻറ്റ് പറയുക, അയ്യോ, ഞങ്ങൾക്ക് ഈജിപ്തിലെ ഉള്ളി കിട്ടിയിരുന്നെങ്കിൽ, ഈജിപ്തിലെ സവോള കിട്ടിയിരുന്നെങ്കിൽ, ഈജിപ്തിലെ കുറച്ച് വെളുത്തുള്ളി കിട്ടിയിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം, കുറച്ച് ദിവസത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കിട്ടാതിരുന്നപ്പോൾ ചെങ്കടൽ പിളർന്നതും അത്ഭുതം ചെയ്തതും എല്ലാം അവർക്ക് വെറും പഴങ്കഥയായി മാറിക്കൊണ്ട് അവർ ദൈവത്തിനെതിരെ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്, പിറുപിറുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നാം ഒരുപാട് വചനം തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിലും ഇന്നും നമ്മൾ ഒത്തിരി കംപ്ലൈൻറ്റ് പറയുന്ന വ്യക്തിയാണെങ്കിൽ, അഭിഷേകാഗ്നി കേൾക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇന്നും നമ്മൾ പിറുപിറുത്തോണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മൾ അഭിഷേകാഗ്നിയുടെ 500 എപ്പിസോഡും മുടങ്ങാതെ കണ്ട വ്യക്തിയാണെങ്കിലും ഇന്നും നമ്മൾ പിറുപിറുക്കുന്നെങ്കിൽ, ഷാലോം TV കഴിഞ്ഞ 11 കൊല്ലമായിട്ട് കാണുന്ന വ്യക്തിയാണ് ഇപ്പോഴും പിറുപിറുക്കുന്നെങ്കിൽ, നമ്മളെങ്ങും എത്തിയിട്ടില്ല. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടും ഇന്നും നമ്മൾ പിറുപിറുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദിവസം 5ഉം 10ഉം ജപമാല ചൊല്ലിയിട്ടും ഇന്നും കംപ്ലൈൻറ്റ് പറയുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മളെങ്ങും എത്തിയിട്ടില്ല. മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ പുറന്തള്ളപ്പെട്ടു പോകാനും ഒരു സാധ്യതയുണ്ടെന്ന് ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ അപ്പനെതിരെ കംപ്ലൈൻറ്റ് പറയുക, ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല, കഴിച്ചിട്ടുള്ള ചിക്കനും മട്ടണും ബീഫും ഫിഷ് ഫ്രൈയും എല്ലാം അവൻ മറന്നുപോയി. കിട്ടാത്ത ഒരൊറ്റ ആട്ടിൻകുട്ടിക്കെതിരെ അവൻ അവൻ്റെ പിതാവിനെതിരെ പിറുപിറുക്കുന്നു, മുഖം പാട്ടിപ്പിടിക്കുന്നു. രണ്ടാമത് അവൻ്റെ പ്രശ്നം ഇതായിരുന്നു, അവൻ ഒരിക്കൽ പോലും തൻ്റെ ഇളയ സഹോദരനെ സഹോദരനായിട്ട് കാണുവാനോ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ സാധിച്ചിരുന്നില്ല. അവൻ തിരിച്ചു വന്ന സമയത്ത് മൂത്ത പുത്രൻ അപ്പനോട് പറയുന്ന ഡയലോഗ് ഇതാണ്, നിന്റെ മകൻ നിന്റെ മകൻ നിന്റെ മകൻ പറയുമ്പോഴെല്ലാം ഇതാ പറയുന്നത്. എന്താ, അവന് പേരില്ലേ? അവന് പേരുണ്ട്. കുഞ്ഞിലെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. പക്ഷെ ഇപ്പം പേര് പോലും വിളിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരൻ എന്ന് പറയാൻ പറ്റുന്നില്ല, എൻ്റെ അനുജൻ എന്ന് പറയാൻ പറ്റുന്നില്ല, മൈ ബ്രദർ എന്ന് പറയാൻ പറ്റുന്നില്ല. പകരം അപ്പൻ്റെ മുഖത്ത് നോക്കി ഇവൻ പറയാണ്, നിന്റെ മകൻ നിന്റെ മകൻ നിന്റെ മകൻ നിന്റെ മകൻ. ഈ വാക്ക് ഇവൻ ആവർത്തിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു സഹോദരൻ ഇല്ല. അപ്പൻ്റെ സ്വത്തും വാങ്ങിച്ചുകൊണ്ട് ഇളയ മകൻ വീടിൻ്റെ പടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ മൂത്ത മകൻ ഈ അനുജനെ ഹൃദയത്തിൽ കൊന്നുകളഞ്ഞു. ഹൃദയത്തിൽ അവൻ എഴുതി വെച്ചു, എനിക്കിനി ഇങ്ങനൊരു അനുജൻ ഇല്ല, ഇങ്ങനൊരു അനുജൻ എനിക്കില്ല, അവനെ ഞാൻ എന്നേക്കുമായിട്ട് കശാപ്പ് ചെയ്ത് കളയുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇവൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരിക്കൽ പോലും എൻ്റെ സഹോദരൻ എന്ന ഒരു വാക്ക് ഇവനെ കൊണ്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇവൻ അപ്പനോട് പറയുന്നുമുണ്ട്, ഞാൻ ഒരിക്കൽ പോലും അപ്പനോട് അനുസരണക്കേട് കാണിച്ചിട്ടുമില്ല. ഇതുപോലെ ചില ആളുകളുണ്ട്, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ പള്ളിയിൽ കമിഴ്ന്നടിച്ച് കിടക്കും. നമുക്ക് തോന്നും തറയിലെ പൊടിയല്ല ഇവരുടെ അകത്ത് പോകണം, അതുപോലെ കിടന്ന് ദൈവത്തെ ആരാധിക്കും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും, ദൈവം ഇതെന്താ പരിപാടിയാണ്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ആരാധന അച്ഛൻ ക്ലോസ് ചെയ്ത് ഈശോയെ സക്രാരി വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മിക്കവാറും അതിനു മുമ്പേ പ്രസംഗിച്ച അച്ഛനെ തന്നെ ആദ്യമായിട്ട് കുറ്റം പറയും. അല്ലെങ്കിൽ കപ്പിയാരി ഇന്ന് ഡ്രസ്സ് ചെയ്ത് ശരിയായില്ല, അയാൾ അവിടെ നിന്നപ്പോൾ ഇൻഷർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, ഷർട്ട് പുറത്തിട്ട് നിൽക്കണമായിരുന്നു, പിള്ളേർ മണിയടിച്ചത് ശരിയായില്ല, അത് കൂടിപ്പോയി, ഇന്ന് മെഴുകുതിരിയുടെ നീളം കൂടുതലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 45 മിനിറ്റ് നേരം തറയിൽ കമിഴ്ന്നടിച്ച് കിടന്ന മനുഷ്യനാണ്. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം കണ്ണിക്കണ്ടവരെയൊക്കെ, തൻ്റെ മുമ്പിൽ പള്ളിയിലിരുന്നവരെ എല്ലാം കുറ്റം പറയുകയാണ്. പിന്നീട് വീട് വരെ പരദൂഷണം പറയുകയാണ്. അതിനുശേഷം വീട്ടിൽ വന്നാലോ ഭാര്യയോട് പൊട്ടിത്തെറിക്കുന്നു, മക്കളോട് പൊട്ടിത്തെറിക്കുന്നു, അപ്പനോട് പൊട്ടിത്തെറിക്കുന്നു, രോഗിയായിട്ട് കിടക്കുന്ന അമ്മച്ചിയെ കുറ്റം പറയുന്നു, മിണ്ടാടക്കം അമ്മച്ചി എന്ന് പറയുന്നു. പക്ഷേ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ വേറൊരു മുഖം എടുത്തണിയുന്നു. ഇതിനെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മൂത്ത പുത്രൻ അപ്പനെ ഒരിക്കൽ പോലും എതിർത്തില്ല എങ്കിലും, എതിർത്ത് സംസാരിച്ചിട്ടില്ലെങ്കിലും, അനുസരണക്കേട് കാണിച്ചിട്ടില്ലെങ്കിലും, അവൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്ത കാരണത്താൽ ഇവൻ പുറന്തള്ളപ്പെട്ടു പോവുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ ചിലപ്പോൾ 40 ദിവസത്തെ ഉപവാസം എടുക്കുന്നവരായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ 80 ദിവസം ഉപവാസം എടുത്താലും ശരി, നിങ്ങൾ പുറന്തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. ദൈവം നമ്മളെ വിധിക്കുന്നത് ഉപവാസം എടുത്തോ ഇല്ലയോ, തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവം നമ്മളെ വിധിക്കുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ വ്യക്തമായിട്ടിത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അവസാനം ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു ചോദ്യം സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അന്ത്യവിധിയിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യവും സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. നീ സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ, ഇത് മാത്രമാണ് ചോദ്യം. ഇവൻ രാവിലെ തൊട്ടേ ഈ അപ്പൻ്റെ പാടത്ത് കിടന്ന് വിയർത്തൊലിച്ച് വെയിൽ കൊണ്ടതും മുഴുവൻ വെറുതെ ആയിപ്പോയി, കഷ്ടപ്പെട്ടതും മുഴുവൻ വെറുതെ ആയിപ്പോയി.
ഇതുപോലെയാണ് ചിലർ സഭയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് കടന്ന് ഓടുന്നുണ്ടെങ്കിലും ചില വചനപ്രഘോഷകർക്ക് റെസ്റ്റ് പോലും ഇല്ല, ഭാര്യയോടും മക്കളോടും സംസാരിക്കാൻ പോലും നേരമില്ല, അതുപോലെ പ്രസംഗിച്ച് മരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. കാര്യം ലോകം ഇപ്പം തന്നെ ഇവരുടെ പ്രസംഗം വഴി നന്നാകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്രമവും ഇല്ല, പ്രസംഗം പ്രസംഗം പ്രസംഗം. പക്ഷെ ഒരു പ്രോബ്ലമുണ്ട്, പലരെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പലരെയും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഈശോ അന്ത്യവിധിയിൽ പറയുന്ന ഒരു കാര്യം മത്തായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചു, നിന്റെ നാമത്തിൽ കൗൺസിലിംഗ് നടത്തി, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കി. എന്ത് ശുശ്രൂഷയാണെന്ന് ആലോചിച്ച് നോക്കിയേ. പിശാചുക്കളൊക്കെ പറക്കുന്ന ശുശ്രൂഷ, ഒടിഞ്ഞു മടങ്ങി കിടക്കുന്നവൻ എഴുന്നേറ്റ് ഓടുന്ന ശുശ്രൂഷ. എങ്കിലും ഈശോ വ്യക്തമായിട്ട് മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞു വെച്ചു, അനേകരെ നോക്കി ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. സ്നേഹമില്ലാതിരുന്നവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും കൂടെയുള്ള മറ്റ് പല ശുശ്രൂഷകരുടെയും കുറ്റം പറഞ്ഞവരെ, പല വൈദികരെ പറ്റി പരദൂഷണം പറഞ്ഞവരെ, പല ധ്യാനഗുരുക്കന്മാരെയും പറ്റി ആരും കാണാതെ ഭാര്യയോട് കുറ്റം പറഞ്ഞവരെ, നിന്നെ ഞാൻ അറിയുന്നില്ല, നീ സ്നേഹത്തിൽ പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് നിന്നെ ഞാൻ അറിയുന്നില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്. പള്ളിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന കമ്മിറ്റിക്കാരായിരിക്കാം, പക്ഷെ പുറത്തിറങ്ങി അവിടുത്തെ വികാരിച്ചിട്ട് തന്നെ പാര വെച്ച് സംസാരിച്ചാൽ അവസാന വിധി ദിനത്തിൽ ഈശോ പറയുന്നു, നിന്നെ ഞാൻ അറിയത്തില്ല. വീണ്ടും നമ്മൾ മൂത്തപുത്രരിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, അവൻ്റെ അപ്പൻ്റെ ഹൃദയം ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ഇളയ മകൻ വീട് വിട്ടു പോയതിനു ശേഷം എന്നും പ്രഭാതത്തിൽ ഈ അപ്പൻ ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കും, വൈകുന്നേരം വരെ നോക്കി നിൽക്കും, പലപ്പോഴും പൊട്ടിക്കരയുന്നുണ്ട്. ഈ സമയത്തെല്ലാം മൂത്ത മകൻ വീട്ടിലുണ്ടെന്നേ. ഈ മൂത്ത മകൻ പലപ്പോഴും ചിന്തിച്ചാണ്, ഈ അപ്പന് ഭ്രാന്താണോ, പോയവൻ പോയെന്നേ. ഇതെന്താണ്, രാവിലെ എഴുന്നേറ്റ് ജനൽ തുറന്നിട്ട് രാവിലെ തൊട്ട് അങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂക്ക് പിഴിയുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീര് തുടയ്ക്കുക. ഈ അപ്പൻ എന്തിൻ്റെ പ്രശ്നമാണിത്? അവന് കിട്ടേണ്ടത് മേടിച്ചുകൊണ്ട് പോയെന്ന് എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഈ അപ്പൻ ഇതെന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശരിക്കിപ്പോൾ കുളിക്കുന്നുമില്ല, ആഹാരം കഴിക്കാനും തോന്നുന്നില്ല, ആകപ്പാട് അപ്പൻ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി. ഈ അപ്പൻ ഇത് എന്തിൻ്റെ പ്രശ്നമാണ്? പ്രിയപ്പെട്ടവരെ, സ്നേഹം മാത്രമായ അപ്പൻ്റെ കൂടെ താമസിച്ച ഈ മൂത്ത മകൻ ഒരിക്കലും അപ്പനെ വിട്ട് ദൂരെ പോയില്ലെങ്കിൽ പോലും രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലമുണ്ടായിരുന്നു. സ്നേഹത്താൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു അപ്പൻ, പാപിയായ തൻ്റെ മകന് വേണ്ടി തുടിച്ചു കൊണ്ടിരുന്ന ഒരപ്പൻ, അതേ വീട്ടിൽ തന്നെ അതേ മേൽക്കൂരയ്ക്ക് താഴെ ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചു എന്നതാണ് വലിയൊരു വൈരുദ്ധ്യം. അപ്പനും മകനും തമ്മിൽ വലിയ അകലം, കണ്ടാൽ അടുപ്പം, ഒരു മുറി തന്നെയാണ് ആഹാരം കഴിക്കുന്നത്, ഒരുമിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഇവർ തമ്മിൽ വലിയ ദൂരമാണ്. ചില ഭവനങ്ങളിൽ ഇതുപോലെയാണ്, അപ്പനും മക്കളും തമ്മിൽ വലിയ ദൂരത്തിലാണ് താമസിക്കുന്നത്. നല്ല കുടുംബപ്പേരാണ്, ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെയാണ്, കേട്ടാൽ നല്ല ഉഗ്രം കുടുംബപ്പേരാണ്, 2000 വർഷം പാരമ്പര്യമുള്ള കുടുംബപ്പേരാണ്, കേട്ട് കഴിഞ്ഞ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന കുടുംബപ്പേരാണ്. പക്ഷേ അവർ തമ്മിൽ വലിയ ദൂരത്തിലാണ്. ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങുമ്പോൾ കൈകോർത്ത് പിടിച്ചാണ് നടക്കുന്നത്, പക്ഷെ അവർ തമ്മിൽ ഒരു കിടക്കയിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു കിടന്നുറങ്ങുന്നു. ഞാനൊരിക്കൽ ഒരു രാജ്യത്ത് സുവിശേഷം പറയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ കാണാൻ വന്ന് ഓർക്കുന്നുണ്ട്. രണ്ടുപേരെയും രണ്ടാട്ട് കണ്ട് പ്രാർത്ഥിച്ചു. ആ ഭാര്യ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, ഡോക്ടറെ, ഞാനും എൻ്റെ ഭർത്താവും കഴിഞ്ഞ 12 വർഷമായിട്ട് 2 കിടക്കയിലാണ് കിടന്നുറങ്ങുന്നത്, ഒറ്റ മുറിയിലാണ്, പക്ഷേ ഒരാൾ പാവിരിച്ച് താഴെ കിടക്കുന്നു, ഒരാൾ കട്ടിലിൽ കിടന്നുറങ്ങുന്നു. 12 വർഷമായിട്ടാണ്. വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഇവരെന്നെ കാണാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വളരെ വില കൂടിയ ഒരു ഹോണ്ട കാറിൽ, ആ കാറിൻ്റെ ഡോറ് തുറന്ന് രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ചാണ് ഇറങ്ങി വന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണ്, കൈകോർത്ത് പിടിച്ചാൽ വരുന്നത്. അപ്പോൾ ഇവർ ഈ കൈകോർത്ത് പിടിച്ച് വരുന്ന കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ, ഇത് എന്തൊരു ഭാര്യാഭർത്തൃ സ്നേഹമാണ്, ഇതുപോലെ എല്ലാ ഭാര്യാഭർത്താക്കന്മാരും സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് അകത്ത് വന്നിട്ട് ഷെയറിങ്ങിൻ്റെ സമയത്ത് ഭാര്യ തുറന്ന് പറയാം, ഭർത്താവ് ഇതുപോലെ കാണാൻ വന്നിട്ട് പറയുകയാണ്, ഇത് തന്നെ പറഞ്ഞു, 12 വർഷമായിട്ട് ഞങ്ങൾ 2 സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കൈകോർത്ത് പിടിച്ചു വന്ന് എന്തിനാ, ഇത് എന്ത് പരിപാടി കാണിച്ചത്? അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്ക് 2 പെൺമക്കളുണ്ട്, അവരെ രണ്ടുപേരുടെയും വിവാഹം മനോഹരമായിട്ട് നടത്തണം,
ഞങ്ങൾ അകന്ന് ജീവിച്ചാൽ അവർക്ക് നല്ല ചെറുക്കന്മാരെ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുൻപിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ പുറത്തു പോകുമ്പോൾ കൈകളെ കോർത്ത് പിടിച്ച് ഏറ്റവും സ്നേഹമുള്ള ഭർത്താക്കന്മാരെ പോലെ നടക്കുന്നത്. ശരിക്കും ഈ കൈ കോർത്ത് പിടിക്കുന്ന സമയത്താണ് ഡോക്ടറെ ഞങ്ങളൊന്ന് സ്പർശിക്കുന്നത്. അതും വെറുപ്പോടെയാണ്, പുറത്ത് ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധങ്ങളുമില്ല. മക്കളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ, വിവാഹബന്ധം വേർപിരിയാൻ തീരുമാനിച്ചാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കൂരയ്ക്ക് താഴെയാണ് താമസിക്കുന്നത്, രണ്ട് ഹൃദയങ്ങളും അകന്നിരിക്കുകയാണ്. ഇതുപോലെ ദൈവഭവനത്തിൽ അംഗത്വമുണ്ടായിട്ടും എന്നും പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും സ്നേഹം മാത്രമായ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരിന്ന് ക്രിസ്തീയ ലോകത്തുണ്ട് എന്നതാണ് ഏറ്റവും വേദനാജനകമായ അനുഭവം. കാണുമ്പോൾ എല്ലാം നല്ലതാണ്, പക്ഷേ ഹൃദയം വളരെ 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 ദൂരത്താണ്. അപ്പൻ്റെ ഹൃദയം എന്നും പാപിയായ ധൂർത്തപുത്രന് വേണ്ടി തുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ തീവ്രവാദികളെല്ലാം നശിച്ചു പോകണമെന്നേ. നമ്മൾ എങ്ങാനും അബദ്ധത്തിൽ പറയാണ്, തീവ്രവാദികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, തീവ്രവാദികൾ കർത്താവിനെ അറിയാഞ്ഞിട്ടാണെന്നേ, തീവ്രവാദികൾ കർത്താവിൻ്റെ സ്നേഹം അറിയാഞ്ഞിട്ടാ. ഡോക്ടറെ അങ്ങനെ പറയാൻ പാടില്ല, അവന്മാർ തീ കിടന്ന് വെന്ത് ചത്ത് മുടിഞ്ഞു പോകണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹൃദയത്തെ ഇന്ന് ഇവർ കണ്ടെത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇതുപോലത്തെ ഒരു തീവ്രവാദി ആയിരുന്നു സാവൂൾ. ആ സാവൂളാണ് പിന്നീട് വിശുദ്ധ പൗലോസായിട്ട് മാറിയത്. കാരണം എന്താണെന്നറിയാമോ? സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്തും സ്റ്റെഫാനോസ് ഈ തീവ്രവാദിയെ സ്നേഹിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? കർത്താവ് അവന് വഴിക്ക് വെച്ച് പ്രത്യക്ഷപ്പെട്ടു. സഭ ഒന്നടങ്കം തീവ്രവാദികളെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ കൊല്ലാൻ പോകുന്ന വഴിക്ക് യേശു ഇന്നും പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ കാരണം നമുക്കവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മളവർ മുടിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. ആദിമസഭ തീവ്രവാദികളെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ അനുഭവം അവർക്കുണ്ടായി. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ധൂർത്തപുത്രനേക്കാളും പിടിവാശിക്കാരനായിരുന്നു ഈ മൂത്തപുത്രൻ. ഈ മൂത്തപുത്രൻ വീട്ടിൻ്റെ അകത്ത് കയറുന്നില്ല. അപ്പൻ അവനെയും സ്നേഹിച്ചു. അപ്പൻ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അകത്ത് വലിയ ബാൻഡും ഡാൻസും ആഘോഷങ്ങളും നടക്കുകയാണ്, കാരണം ധൂർത്തപുത്രൻ മടങ്ങി വന്നു. അപ്പം മൂത്തപുത്രൻ വീട്ടിൻ്റെ അകത്ത് കയറാതെ മുഖം വീർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഞാൻ കയറത്തില്ല. അപ്പം അപ്പൻ അവനെയും സ്നേഹിച്ചു. അപ്പൻ അവനെയും വന്ന് വിളിക്കുന്നത് എൻ്റെ മകനേ എന്നാണ്. ധൂർത്തപുത്രനെ വിളിച്ച അതേ സ്നേഹത്തോടെ തന്നെ ഈ ഭക്തനായ പിടിവാശിക്കാരനെയും വിളിക്കുകയാണ്, എൻ്റെ മകനേ, എൻ്റെ മകനേ, നീ അകത്തോട്ട് കയറുക, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. ഇവൻ ഒരടി മുന്നോട്ട് വയ്ക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാണുക, ചില ഭക്തർ ഭയങ്കര പിടിവാശിക്കാരാണ്, ഒരടി വിട്ടുപോകത്തില്ല. ഞാനെന്ന് പറഞ്ഞ ഞാനാണ്, ഭക്തിയിൽ മുൻപന്തിയിലാണ്, എല്ലാ ഭക്തകൃത്യങ്ങളിലും മുൻപന്തിയിലാണ്. പക്ഷേ ഒരല്പം ഒന്ന് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, പിടിവാശിയാണ്. നിങ്ങൾ നോക്കുക, ധൂർത്തപുത്രൻ വലിയ പാപിയായിരുന്നു, പക്ഷെ അവൻ അപ്പൻ്റെ കാലുകളിൽ വന്ന് വീഴുകയാണ്. അവൻ ഒരു പിടിവാശികളുമില്ല, അവൻ എളിമപ്പെടാൻ തയ്യാറാകുന്നു, അവൻ അപ്പനെ കെട്ടിപ്പിടിക്കാൻ തയ്യാറാകുന്നു, അപ്പനോട് ഏറ്റു പറയാൻ തയ്യാറാകുന്നു. മൂത്തപുത്രൻ അങ്ങനെയല്ല, അവൻ ഭക്ത ശിരോമണിയാണ്, പക്ഷെ അവൻ്റെ പിടിവാശി ഭയങ്കര പിടിവാശി. അവൻ ഒരടി അകത്തോട്ട് കയറുന്നില്ല. അപ്പനെ എത്ര നിർബന്ധിച്ചിട്ടും അവൻ അകത്തോട്ട് കയറുന്നില്ല. ഈശോ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു അപകടകരമായ സന്ദേശമുണ്ട്. എല്ലാ ഭക്ത കേന്ദ്രങ്ങളിലും കയറി ഇറങ്ങിയിട്ടും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലെയും വ്യത്യസ്ത പേരുകളിലെ ധ്യാനങ്ങൾ മാറി മാറി കൂടിയിട്ടും, സകല പ്രസംഗങ്ങളും കേട്ടിട്ടും നിങ്ങൾ ഒടുവിൽ ഭവനത്തിൽ അകത്തായി പോകാതെ പുറത്ത് നിന്നു പോകാൻ ഇടയുണ്ട്. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആരെയും പുറത്താക്കുന്നില്ല. ധൂർത്തപുത്രനും വീട് വിട്ടിറങ്ങിപ്പോവുകയാണ്, മൂത്തപുത്രൻ വീട്ടിൽ കയറാതെ നിൽക്കുകയാണ്. അപ്പൻ രണ്ടുപേരോടും പറയുന്നു, അകത്തോട്ട് കയറുക. ഇതാണ് ദൈവത്തിൻ്റെ സ്വരം. ദൈവം എല്ലാ പാപികളോടും പറയുന്ന മെസ്സേജ് ഇതാണ്, വരിക വരിക, എൻ്റെ ഭവനത്തിലേക്ക് വരിക. ഇതാ എൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഒരുത്തൻ ഇറങ്ങിപ്പോയി, മറ്റവൻ കയറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ആരെയും നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്, നമ്മിൽ പലരും സ്വർഗത്തിലേക്ക് കയറാതെ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നോളാമെന്ന് വാശി പിടിക്കുന്ന ഭക്തരും, ലോകത്തിൻ്റെ പന്നിക്കൂടി മതിയെന്ന് പറഞ്ഞ് മ്ലേച്ഛതകളിലേക്ക് അനുദപിക്കാതെ കടന്നു പോകുന്ന പാപികളും, ഈ രണ്ടു കൂട്ടർക്കും ദൈവരാജ്യം നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ തന്നെയാണ് കാരണക്കാർ. ദൈവം ഇവിടെ രണ്ടുപേരെയും വലിച്ചെറിയുന്നില്ല. രണ്ടു മക്കളും അവരവരുടെ തീരുമാനത്തിൻ്റെ പുറത്താണ് അപകടത്തെ വരുത്തിച്ചു വയ്ക്കുന്നത്. ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ ഓർക്കണം, ഞാൻ ദൈവരാജ്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന വ്യക്തിയാണോ, അതോ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അകത്താണോ? എത്രയും പെട്ടെന്ന് അകത്താകാൻ നമുക്ക് തീരുമാനമെടുക്കാം.
നല്ല ഈശോ, മൂത്ത പുത്രനെ പോലെ ഒരുപാട് ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, പള്ളിയോടും സഭയോടും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, സ്നേഹമില്ല എന്ന ഒറ്റ കാരണത്താൽ പിടിവാശി കാണിച്ച് ഭവനത്തിൻ്റെ അകത്തേക്ക് കയറാതെ ബലം പിടിച്ചു നിൽക്കുന്ന ഒരു കഠിനഹൃദയനാണ് ഞാനെങ്കിൽ എനിക്ക് അനുതപിക്കാനുള്ള കൃപ തരണമേ കർത്താവേ. നിന്റെ വിളി കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വരുവാൻ, അപ്പാ പിതാവേ എന്ന് വാത്സല്യത്തോടെ വിളിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.